ഹലോ ഹരീഷേ, എടി എന്താ പ്രശ്നം? എന്ത് കാര്യത്തിനാ നിന്റെ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ച് ചീത്ത പറയണേ? എടി സുഭാഷ് ചേട്ടനെ വിളിച്ചിട്ട് നിന്റെ അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നും പറയണ്ട, ഇവിടെ പ്രശ്നത്തോട് പ്രശ്നോ. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖല്ലേ? എടി നീ തമാശ കളിക്കണോ? എന്താ നീ കാഷ്വലായിട്ട് സംസാരിക്കണേ? നിന്റെ ചേട്ടൻ വിളിച്ച് എന്തൊക്കെയോ പറയണ്ടല്ലോ. എന്തു പറഞ്ഞു? എടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാ പറഞ്ഞത്, എന്താ പറ. എടി നീ പ്രഗ്നന്റ് ആണെന്ന് പറയണേ, അതെങ്ങനെ? എങ്ങനെയെന്ന് വെച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ പ്രഗ്നന്റാ. എടി അതാ ചോദിച്ച എങ്ങനെ? എടി നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ? എടി നീ സത്യമാണോ പറയണേ? ഇപ്പൊ ഞാൻ അവരുടെ മുമ്പിൽ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ലേ? എടി എനിക്ക് മനസ്സിലാവില്ല, എങ്ങനെ? നീ എന്തിനാ അതിനിങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒന്നുമില്ലെങ്കിൽ ഒരു അച്ഛനാവാൻ പോവാണെന്ന് ഇവരൊക്കെ അതുകൊണ്ട് അറിഞ്ഞില്ലേ? അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടേ? എടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കല്ലേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിന്റെ സുഭാഷ് ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ കല്യാണം പറ്റില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഡി നീതു, എന്നെ വട്ടാക്കല്ലേ. ആദ്യം നീ കാര്യം പറ. നീ പ്രഗ്നന്റ് ആവാൻ ഒരു സാധ്യത നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ? അത് പറ. അപ്പൊ നീ എന്നെ സംശയിക്കാണല്ലേ ഹരീഷേ? നമ്മൾ പ്രേമിക്കുന്നവരാണ്, ഉടനെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചല്ലേ ഞാനിങ്ങനെ ചെയ്തത്. ഇപ്പൊ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞിട്ട് ഉടനെ ഒഴിവാക്കാൻ നോക്കുകയാണല്ലേ? നീ പറയണത് വേറെ, ഞാൻ പറയണത് വേറെ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരീഷേ. നിനക്കിപ്പ എന്നെ സംശയല്ലേ? അമ്മ പറയുന്നത് നീ ഇനി എന്നെ ഉപേക്ഷിക്കും, ആ കുട്ടിയെ ഞാൻ തനിയെ വളർത്തേണ്ടി വരുന്നൊക്കെയാ. പക്ഷെ എന്നെ ഹരീഷ് അങ്ങനെയല്ല, എന്നെ കല്യാണം കഴിക്കുന്നു ഞാൻ തർക്കിച്ചു. എന്നിട്ട് നീ എന്നെ സംശയിക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ നിന്നെ സംശയിക്കണതല്ല, പക്ഷെ ഇതൊക്കെ എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാ, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു, ഞാനിപ്പോ പ്രഗ്നന്റ് ആയി. ഇതിലെന്താ ഇപ്പൊ ലോജിക് പ്രശ്നം? ലോജിക് ഒക്കെ ഓക്കെ, പക്ഷെ